ഇൻഡസ്ട്രിയൽ ലൈസൻസ് അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലൊരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ദുബായിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈസൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ലൈസൻസ് എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ടാവുമല്ലോ. അതെന്താണ് അതിൻ്റെ ചില ക്രൈറ്റീരിയകൾ? UAE സംബന്ധിച്ചിടത്തോളം, ഞാൻ ദുബായിൽ നിന്നല്ല, UAE തന്നെ എടുത്ത് പറയാണ്, ഏതൊരു എമിറേറ്റിൽ ഇൻഡസ്ട്രിയൽ ലൈസൻസ് തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നാണ് UAE. കാരണം ഇതിനകത്ത് ഫെഡറൽ അപ്രൂവൽ വരുന്നുണ്ട്. പിന്നെ ഒരു സാധാരണ ഒരു ട്രേഡിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സർവീസ് ലൈസൻസ് പോലെ അല്ല ഇൻഡസ്ട്രിയൽ ലൈസൻസിന്. എല്ലാത്തരം മാനുഫാക്ചറിങ്ങിനെയും UAE സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിസിനസ്സിനെ. ഞാനൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവിടെ തുടങ്ങാൻ പോവാണ്, ഇത്ര വർഷം അവിടെ ഉണ്ടാകണം, അങ്ങനെ എന്തെങ്കിലും ഒരു ലോക്കിംഗ് പീരീഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മുഖവരുടെ ആവശ്യമില്ല, റിയാസ് ബായുമായിട്ടുള്ള എപ്പിസോഡുകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ റിയാസ് ബായിൽ നമ്മൾ ഇനിയും കിട്ടാനുണ്ട്, കുറേ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് റിയാസ് ബായ് ഇപ്പം ഇൻഡസ്ട്രിയൽ ലൈസൻസ് അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലൊരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ദുബായിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈസൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ലൈസൻസ് എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ടാവുമല്ലോ. അതെന്താണ് അതിൻ്റെ ചില ക്രൈറ്റീരിയകൾ? UAE സംബന്ധിച്ചിടത്തോളം, ഞാൻ ദുബായിൽ നിന്നല്ല, UAE തന്നെ എടുത്ത് പറയാണ്, ഏതൊരു എമിറേറ്റിൽ ഇൻഡസ്ട്രിയൽ ലൈസൻസ് തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നാണ് UAE. കാരണം ഇതിനകത്ത് ഫെഡറൽ അപ്രൂവൽ വരുന്നുണ്ട് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇൻഡസ്ട്രിയൽ ലൈസൻസിൻ്റെ എൻക്വയറീസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നതിൽ ഷാർജ, പിന്നെ റാസൽ കെയ്മ, അജ്മാൻ, മുൽക്കോയിൻ, ഇങ്ങനെ പലയിടത്തും. കാരണം ഈ റെന്റ് കുറഞ്ഞു കിട്ടുന്ന ലാൻഡ് അല്ലെങ്കിൽ വെയർ ഹൗസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രീസൊക്കെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ UAE ഏത് എമിറേറ്റ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഒരു എമിറേറ്റ് എന്ന രീതിയിലല്ല, ഇൻഡസ്ട്രിയലിൻ്റെ കേസിൽ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സാധാരണ ഒരു ട്രേഡിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സർവീസ് ലൈസൻസ് പോലെ അല്ല ഇൻഡസ്ട്രിയൽ ലൈസൻസിന് പല അപ്രൂവലുകൾ വേണം, സാധാരണ പോലെയല്ല. കാരണം ഇപ്പോൾ അത് ഇവിടെ ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ലോകത്തിൻ്റെ ഇവിടെ പോയാലും. പക്ഷെ അവിടെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നല്ലൊരു കൺസൾട്ടൻ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതെ, കാരണം ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതോടൊപ്പം എന്തൊക്കെ വേസ്റ്റേജ് ആണ് നിങ്ങൾ ഈ പ്രൊഡക്ഷൻ കാരണം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം എല്ലാം അത് കൃത്യമായിട്ട് നമ്മളൊരു പ്ലാൻ സബ്മിറ്റ് ചെയ്യണം എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് ഓരോ എമിറേറ്റിൻ്റെയാണ്. അതേസമയം മിനിസ്ട്രി ഓഫ് എക്കണോമി, ഫെഡറൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ എടുക്കാനുണ്ട്. അത് നമുക്ക് അവിടെയും ഇതുപോലെ തന്നെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ആദ്യം ഇനീഷ്യൽ അപ്രൂവൽ കിട്ടും, പിന്നീട് നമുക്ക് സ്ഥാപനം തുടങ്ങിയതിന് ശേഷം എംപ്ലോയീസ് ഒക്കെ വന്ന ശേഷം ഫൈനൽ സർട്ടിഫിക്കറ്റ് എടുക്കുക, അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ മിനിസ്ട്രി ഓഫ് എനർജിയുടെ അപ്രൂവൽ. ഇതിൻ്റെയൊക്കെ അപ്പുറത്തോട്ട് ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ആദ്യം സ്ഥലം കണ്ടെത്തണമല്ലോ ഇതൊരു ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട്. നമുക്കൊരു ഷോപ്പിലോ ഓഫീസിലോ ഒന്നും പോയി തുടങ്ങാവുന്ന ഒരു സംവിധാനം അല്ല അത്. അപ്പം ആ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാലേ നിങ്ങൾ പവർ ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ സ്ഥലം എടുത്തു, ലാൻഡിന് അഡ്വാൻസ് കൊടുത്തു, അല്ലെങ്കിൽ വെയർ ഹൗസ് എടുത്തു, ഇതിന് ശേഷമായിരിക്കും പലപ്പോഴും ആളുകൾ നമ്മളടുത്തോട്ട് വരിക. ഈ അപ്പം കരിഞ്ഞതിന് ശേഷം മറിച്ചിടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഈ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും ട്രേഡ് ലൈസൻസ് മാത്രമല്ല, ഈ പവർ എത്രയുണ്ട് ഈ സബ്സ്റ്റേഷനിൽ അല്ലെങ്കിൽ DBയിൽ എത്രയുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കും. സാധാരണ വെയർ ഹൗസിനകത്ത് ഉണ്ടാവും, പക്ഷെ അതിൽ കൂടുതൽ പവർ വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമുണ്ടെങ്കിൽ മെഷീനറീസിന്റെ മാത്രമല്ലല്ലോ, അവിടെയുള്ള എയർ കണ്ടീഷൻ, ഓഫീസിന്റെ കറണ്ട്, ഇങ്ങനെയുള്ള എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയും കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പവർ ദേവയിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അത് സബ്സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി സബ്സ്റ്റേഷൻ ഉണ്ടാക്കാന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെറുതെ ഒരു സ്ഥലത്ത് തുടങ്ങുന്നതിനൊക്കെ പോലെ അവിടുത്തെ എൻവയോൺമെന്റും അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഈ ബിസിനസ്സിന് പറ്റുന്നതാണെന്നുള്ള സ്റ്റഡി നടത്തണം. അതോടൊപ്പം പവർ ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. അതെ, എല്ലാം കഴിഞ്ഞ് പവർ ഇല്ലാന്ന് പറഞ്ഞാൽ സബ്സ്റ്റേഷൻ ഉണ്ടാക്കാൻ ഗവൺമെന്റ് പറയും ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആകുകയും ചെയ്യും. വലിയൊരു ചെലവാണ്. പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസ് തുടങ്ങുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഒരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു മെഷീൻസ് എവിടെയാണ് വെക്കുക, അതുപോലെ ദുബായ് ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയാണ് ഇപ്പോൾ ദുബായിലാണെങ്കിൽ അതിൻ്റെ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഫിറ്റ് ഔട്ട് വർക്കിൻ്റെ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ദുബായ് സിവിൽ ഡിഫൻസ് DCD എന്ന് പറയുന്നത്, അതായത് സ്പ്രിംഗ്ലർ, അതുപോലെ സ്മോക്ക് ഡിറ്റക്ടർ, അതിൻ്റെ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഗോൾഡ് ഓർണമെന്റ്സ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ അവിടെ ഗ്യാസ് പൈപ്പ് ലൈൻ വേണം.
ഇതിന്റെ അപ്രൂവൽസ് ഉണ്ട്, അതിന്റെ സെൻസർ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ അപ്രൂവൽ എടുത്തു കൊടുക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഡ്രോയിങ് മുതലല്ല, അപ്പോൾ ഒരു ഇൻഡസ്ട്രി സെറ്റ് ചെയ്ത് വരുന്ന ഒരു ടേൺ കീ പോലെ ഫുൾ ലൈസൻസ്, അതിന്റെ അപ്രൂവൽസ് എല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കിൽട്ടൺസ്. ഉദ്ഘാടനത്തിന് വന്നാൽ മതി നിങ്ങൾ അങ്ങോട്ട്. അതെ, ഞങ്ങൾ തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് അവരെ എല്ലാവരും കോൺട്രാക്ടിങ് കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളടുത്ത് ഇതിൻ്റെയൊക്കെ ലൈസൻസ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉള്ള ലൈസൻസ് ആണ് ഈ പറയുന്നത്, ദേവ എല്ലാത്തിൻ്റെ. അപ്പോൾ അപ്രൂവൽ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു കോൺട്രാക്ടർ എടുത്ത് ഈ അപ്രൂവൽ എടുത്ത് പോയിട്ട് ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് വലിയ ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ അപ്രൂവൽ മാത്രം, ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരല്ല, ഞങ്ങളുടെ ജോലി അപ്രൂവൽസ് ആണ്. നമ്മൾ ലീഗൽ ഒരു പാരാലീഗൽ ഓഫീസാണ്. എല്ലാത്തരം മാനുഫാക്ചറിങ്ങിനെയും UAE സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിസിനസിനെ. പശ്ചാത്തലം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉള്ളതുണ്ടോ റിയാസ് ഭായ്? നിയമവിരുദ്ധമായിട്ടുള്ള സാധനങ്ങളുടെ മാനുഫാക്ചറിങ് അപ്പുറത്തോട്ട് എല്ലാത്തിനും, കാരണം മെഡിസിൻസ് തുടങ്ങി നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫാക്ടറീസ് ചെയ്തിട്ടുള്ള ആളാണ് നമ്മൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് തന്നെ ഫുഡ് വന്നു, ചോക്ലേറ്റ്. അപ്പോൾ ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ വേണം. മെഡിസിൻ ആകുമ്പോൾ ദുബായ് ഹെൽത്ത് അതോറിറ്റി പ്ലസ് ഇത് UAE മൊത്തം സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അപ്രൂവൽ വേണം. ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പൊ ഞാൻ ചെറിയൊരു അഭിമാനത്തോട് അല്ലെങ്കിൽ അതുപോലെ പറയും, നമുക്ക് മറ്റ് ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ നമ്മളടുത്ത് റിയാസ്ക ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ ലൈസൻസ് വരുമ്പോൾ കൊണ്ടുവന്ന് തരാറുണ്ട്. കാരണം നമ്മൾ കുറെ വർഷമായിട്ട് ചെയ്തു വരുന്നോണ്ടേ അത് ഫാസ്റ്റായി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട്. സാധാരണ ഒരു ട്രേഡിംഗ് ലൈസൻസ് പോലെ അല്ല ഇൻഡസ്ട്രിയൽ ലൈസൻസ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിന്റെ അകത്ത്. എക്സാക്ട്ലി. ഓക്കെ, ഞാനൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് അവിടെ തുടങ്ങാൻ പോവാണ്, ഇത്ര വർഷം അവിടെ ഉണ്ടാകണം, അങ്ങനെ എന്തെങ്കിലും ഒരു ലോക്കിംഗ് പീരീഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പുതുതായിട്ട് വരുന്ന എല്ലാവരും വെൽക്കം ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇൻഡസ്ട്രീനെ വെൽക്കം. ഞാൻ ഇത്ര വർഷം അവിടെ ഉണ്ടാകണമെന്ന് അങ്ങനത്തെ ലോക്കിംഗ് പീരീഡ് ഒന്നുമില്ല. പിന്നെ ഞാനിപ്പോ സംസാരിച്ചൊക്കെ മെയിൻലാൻഡിലെ കാര്യമാണ്. ഇനി അതുകൂടാതെ തന്നെ ഫ്രീ സോൺസിലും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ജബലാലി ഫ്രീ സോൺ, ഷാർജ എയർപോർട്ട് ഫ്രീ സോൺ, അതുപോലെ ഹമറിയ ഫ്രീ സോൺ, ഇങ്ങനെയൊക്കെയുള്ളടത്തൊക്കെ മാനുഫാക്ചറിങ്സ് ഒരുപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തായിട്ട് ഞങ്ങൾ കൂടുതൽ ചെയ്ത് കൊടുക്കുന്ന റാക്കീസ് എന്ന് പറയുന്നത് റാസൽ കെയ്മിൽ അവിടെ അവൈലബിലിറ്റി ഉണ്ട് സ്ഥലം. അപ്പം അതും കണ്ടെത്തി കൊടുക്കും. ഇപ്പൊ ഏത് ഫ്രീ സോണിലാണ് സ്ഥലം അവൈലബിൾ ഉള്ളത്, പ്രത്യേകിച്ച് UAE മാനുഫാക്ചർ ചെയ്ത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന കമ്പനികൾക്ക് ഈ കസ്റ്റം ഡ്യൂട്ടി മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും ടാക്സിന്റെ കുറെ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനാണ് ഈ ഫ്രീ സോണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് UAE അല്ല നിങ്ങളുടെ മാർക്കറ്റ്, നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് UAE-ലാണ്. പക്ഷേ GCC കൺട്രിയിലേക്കും മിഡിൽ ഈസ്റ്റ് കൂടാതെ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ സപ്ലൈ ചെയ്യാനുള്ള ഹബ്ബാണെന്നെങ്കിൽ നിങ്ങൾക്ക് അത് മതി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ അശോക് ലേലാൻഡും ടാറ്റക്കൊക്കെ ഈ ഫ്രീ സോൺസിൽ ഒരു വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഈ രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു മാനുഫാക്ചറിങ് യൂണിറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി GCCയിലൊരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അതിനും നമുക്ക് വേണ്ട A to Z കാര്യങ്ങൾ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോ എപ്പിസോഡുകളും ഓരോ ഇൻഫർമേഷൻ ആകുന്നതുകൊണ്ട് നമ്മുടെ ആൾക്ക് ഭയങ്കര ത്രില്ലിംഗ് ആകുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് നോക്കിയാൽ മാത്രമല്ല, ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇബാദക്കാടെ കൂടെ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ ഇപ്പോൾ മാരോട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ നേരത്തെ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അൽഹംദുലില്ലാഹ് അപ്പം ഇബാദക്കാടെ കൂടെ കനിഞ്ഞ് തന്നതിനൊക്കെയും നാഥന് സ്തുതി. അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.